സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ കുർബാന സഭയ്ക്ക് മുഴുവൻ വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. നീതി പ്രിയരുടെ നിലയത്തിൽ സംസ്തുതിയുടെ രക്ഷാഗാനം ദാവീദുരാജൻ തന്നാവാ പരിശുദ്ധൻ മഹത്വമുള്ള യേശയ്യാ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും പാറിക്കുമോ. ദീർഘദർശിയുടെ അളവിന് സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കുക. ഞാൻ അവനാണ്, ആദിയും അന്തവുമായവൻ. എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലത്ത് കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുൻപിൽ ഒന്നിച്ച് അണിനിരക്കുന്നു. നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുവിൻ. അവരിൽ ആരാണ് അവയെല്ലാം പ്രസ്താവിച്ചത്? കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബേലിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പാക്കും. അവൻ്റെ കരങ്ങൾ കൽദായർക്കെതിരെ ഉയരും. ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത്, അവനെ വിളിച്ചത്, ഞാൻ അവനെ കൊണ്ടുവന്നു. അവൻ തൻ്റെ മാർഗത്തിൽ മുന്നേറും. എൻ്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്. ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. അപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. കർത്താവേ, പ്രാർത്ഥനകേ ആരുൾ ഹാലേ ലോ കൈക്കൊള്ളണമഹരോനണച്ചതുപോലെ ധൂപമെയ്തും കണ്ടടിയാർ ശുശ്രൂഷയെ നീനോവയരിൻ യാചന പോ കടലതിൽ യൗനാരെന്ന പോലെ കനിയുഗദാസന്മാരിലെന്നും കർത്താവേ, നീലവിളിക്കേ ആരുൾ ഹാലേ ലൂയ.
തീരുക തിരുനാമത്തിനു സുഖകരമാ ഈ ധൂപം തൃക്കരളിന്നലിവിൻ അനുകൂലമതാ മൂലവുമാ നിരപ്പാകണമേ ദൈവമേ നിൻ നിരുപമ കൃപയാൽ ഞങ്ങളോട് എന്നും സ്തുതി നിൻ കനിവിനു കനിവേറും രക്ഷകനേ എത്ര നിറഞ്ഞെങ്ങും കാണുന്നു നിന്ദാനം നീനുവയരോടുണ്ടായ കോപം നിലവിളിയാൽ നീക്കിയല്ലോ അഹരോന്റെയുമാ സ്കറിയ തന്നോടെയും ധൂപമതും മരണത്തെ നീക്കിയ ഫീനഹാസിൻ പ്രാർത്ഥനയും പോ അടിയാരുടെ ധൂപത്തെയും അൻപുടയോനെ കൈക്കൊള്ളുക മോചനമതിനായി പാപികളെ വരുവിൻ യാചിപ്പിൻ മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ യാചിക്കുന്നോൻ പ്രാപിക്കും അന്വേഷിപ്പോൻ കൈക്കൊള്ളും കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ മറിയം ദിലെ തോക് യുഹാനോൻ ദാം ദോക് ഹെനുൻ നെഹുൻ ലോക് മഫീസോൻ എലോഫൈൻ യസ്രാഖാമേലൈൻ സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവനെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും
ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ തൃത്വത്തിലുള്ളവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ, കുറിയേലായിസോ, കുറിയേലായിസോ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്രീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻഗേലിയോ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചിടുന്നു.
അറിയിച്ചു. സ്വർഗമഹാരാജ്യം. വിശുദ്ധ ശ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോ. സ്ലീഹന്മാരുടെ സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എന്റെ വാത്സല്യമുള്ളവരെ, എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ അപ്പോസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിലടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. അവർ ഇത് കേട്ട് പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രധാന പുരോഹിതനും അനുചരന്മാരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രയേലിലെ എല്ലാ ജനപ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടുകയും തടവുകാരെ കൊണ്ടുവരാൻ ജയിലിലേക്ക് ആളയക്കുകയും ചെയ്തു. ആ സേവകർ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു ചെന്ന് വിവരമറിയിച്ചു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും പടയാളികൾ കാവൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. എന്നാൽ വാതിൽ തുറന്നപ്പോൾ അകത്താരെയും കണ്ടില്ല. ഇത് കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പുരോഹിത പ്രമുഖന്മാരും ഇതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെ പറ്റി സംഭ്രാന്തരായി. അപ്പോൾ ഒരാൾ വന്ന് അവരോട് പറഞ്ഞു, ഇതാ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പോൾ സേനാധിപൻ സേവകരോട് കൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. കാരണം ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു. ബാറയ്ക്കുമോ. പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽകേട്ടേ നീ ദൈവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാദൂതൻ താനേൽക്കും സഭതൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. ധന്യൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ബാർക്കുമോ. ശ്ലീഹായുടെ സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോടെന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡീക മനുഷ്യരോടെന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്കു ഞാൻ പാൽ തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡീക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡീകരും സാധാരണക്കാരുമല്ലേ? ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണെന്നും ചിലർ ഞാൻ അപ്പോളോസിൻ്റെ ആളാണ് എന്നും പറഞ്ഞു നടക്കുന്നത്? അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്.
ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും പാർക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിയാഗങ്ങളടച്ചിടുവിൻ കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമാ. കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ. ബാറഖുമോർ. നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന കർത്താവേ ശംസിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. ശ്ലോമോ ലകുൽകൂൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. Evangelion kadishod moranesh meshiho korususo magionisom en matais liho magrusonod magres haye furkono nolmo. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷകനായവനെ യേശുവിന് സ്തുതികളും നാം എല്ലാവരും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Sabno hokil dam dabrone sed moran valogan furkodilanesh meshiho melsod haye aluho dasbasa men busulto kadisto mariam holenden hokanagovai. അങ്ങനെ വിശ്വസിച്ചവർ ഏറ്റുപറയുന്നു. മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഫരിസേയരുടെയും സദൂക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാമെന്നവർ പരസ്പരം പറഞ്ഞു. യേശു ഇതറിഞ്ഞവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതെന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കൂട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസേയരുടെയും സദൂക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസേയരുടെയും സദൂക്കാരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്കപ്പോൾ മനസ്സിലായി. ഉശൈനോ ലകുൽകൂൻ. കാലാന്ത്യേ മയ്യൽ സമയം നാഥൻ വരുമേ. കാണാറാകും താനപ്പോൾ മേഘത്തിനുള്ളിൽ ശോഭിക്കും കുരിശടയാളം നാനാദിശയിൽ. തൻ മുൻവരുമേ ഗോത്രങ്ങൾ വിധിയേൽപ്പാനായി. മോദിക്കും നിബിയർ ശ്ലീഹന്മാർ. ഹാലേലൂയ ഓ ഹാലേലൂയ. ക്ലേശിച്ചിടും ദുഷ്ടന്മാർക്കാവിൻ മാരഖിലം.
സഭാവത്സരത്തിൽ 7 കാലങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സൂബോറോ കാലം അഥവാ അറിയിപ്പ് കാലം, എൽദോ ദനഹ കാലം, വലിയ നോമ്പ് കാലം, ഉയർപ്പ് കാലം, പെന്തിക്കോസ്തി കാലം, തേജസ്കരണകാലം, സ്ലീബ കാലം. സഭാവത്സരത്തിലെ അവസാനത്തെ കാലത്തിലേക്കാണ് നാം കടന്നിരിക്കുന്നത്. സ്ലീബ കാലം. സ്ലീബ പെരുന്നാൾ മുതൽ കൂദോശീത്തോ ഞായറാഴ്ച വരെയുള്ള 7 ആഴ്ചക്കാലമാണ് സ്ലീബ കാലമായിട്ട് നാം ആചരിക്കുന്നത്. ലോകാവസാനം, മരിച്ചവരുടെ ഉയർപ്പ്, പൊതുവിധി, നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ വരവ്, സ്വർഗീയ ജെറുസലേമിൻ്റെ ആവിർഭാവം, ഇവയെല്ലാമാണ് ഈ കാലത്ത് നാം ധ്യാനിക്കുന്നത്. ഇന്നത്തെ പരിശുദ്ധമായ സുവിശേഷം മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഫരിസേയരുടെയും സദൂക്കായരുടെയും പുളിമാവ് എന്നാണ് വേദഭാഗത്തിൻ്റെ തലക്കെട്ട്. പുനരുത്ഥാനമില്ലെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഫരിസേയരുടെയും സദൂക്കായരുടെയും പുറമേ നിയമങ്ങൾ പാലിക്കുന്നവരെന്ന് നടിക്കുന്നതായ ഫരിസേയരെയും സൂക്ഷിച്ചുകൊള്ളുവിൻ, അവരുടെ പ്രബോധനങ്ങളെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അന്ധരായ മാർഗദർശികളെ എന്നാണ് ഫരിസേയരെ സദൂക്കായരെയും യേശുനാഥൻ നിശിതമായി വിമർശിക്കുന്നത്. 23-ാം അധ്യായത്തിൻ്റെ മുഴുവൻ പ്രതിപാദ്യ വിഷയം ഫരിസേയരുടെയും സദൂക്കായരുടെയും കാപട്യത്തെക്കുറിച്ചാണ്. ഫരിസേയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പുളിമാവ് എന്നതുകൊണ്ട് അവിടുന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രബോധനത്തെയാണ്. അല്പം പുളിമാവ് കലത്തിലുള്ളതായ മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നത് പോലെ ഫരിസേയരുടെയും സദൂക്കായരുടെയും പ്രബോധനങ്ങൾ, അവരുടെ പഠിപ്പിക്കലുകൾ ക്രിസ്തു ശിഷ്യന്മാരുടെ ഇടയ്ക്ക് തെറ്റിദ്ധാരണകളും തെറ്റായ പ്രബോധനങ്ങൾ വഴി വഴിതെറ്റാനും സാധ്യതയുണ്ട്. അതിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് ശിഷ്യന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ് ശ്ലീഹായും തൻ്റെ ലേഖനത്തിലൂടെ ഈ പുളിമാവിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഗലാത്യ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സത്യവിശ്വാസത്തിനെതിരായി പഠിപ്പിക്കുന്നവരുടെ പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 5 മുതൽ 8 വരെയുള്ളതായ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. 8-ാം വാക്യം ഇപ്രകാരമാണ്: ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. പ്രിയ സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു മിശിഹ ഫരിസേയരുടെയും സദൂക്കായരുടെയും പ്രബോധനങ്ങളെ സൂക്ഷിച്ചു കൊള്ളുവൻ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലും ഇത് പ്രസക്തമാണ്. അനേകം തെറ്റായ പ്രബോധനങ്ങളും വിശ്വാസത്തിനെതിരായ പഠിപ്പിക്കലുകളും തെറ്റിദ്ധാരണകളും എല്ലാം തന്നെ ഇന്നത്തെ സമൂഹവും അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാമും അറിഞ്ഞോ അറിവ് കൂടാതെയോ ഇവയെല്ലാം വിശ്വസിക്കുകയും ഇതെല്ലാം ശരിയാണോ എന്നുള്ളതായ ഒരു ചിന്തയെങ്കിലും മനസ്സിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇവയെ തെറ്റായ പഠിപ്പിക്കലുകളെ മനസ്സിലാക്കാനായിട്ടും അവയെ ചെറുത്ത് നിൽക്കാനും ഒരു ആത്മീയ മനുഷ്യന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവായ യേശു മിശിഹായുടെ പ്രബോധനങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും ധ്യാനിക്കാനും നിരന്തരം ഇത് അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള
ഒരാഹ്വാനമാണ് ഈ പരിശുദ്ധമായ സുവിശേഷത്തിൽ ആദ്യമേ നാം കാണുന്നത്. മറ്റൊരു വലിയ ചിന്ത കർത്താവായ യേശു മിശിഹായുടെയും ശിഷ്യന്മാരുടെയും മനോഭാവമാണ്. 16-ാം അധ്യായത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ, ആദ്യ ഭാഗത്ത് നാം കാണുന്നു ഫരിസേയരും സദൂക്കായരും തമ്മിലുള്ളതായ സംവാദം. ഫരിസേയരും സദൂക്കായരും കർത്താവായ യേശു മിശിഹായുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സന്ദർഭമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അവർക്ക് കൂടുതൽ ദൈവവചനത്തെപ്പറ്റി കൂടുതൽ അറിവാർജിക്കാനോ അതുകൊണ്ട് കൂടുതൽ ഉത്കൃഷ്ടമായ ഒരു ജീവിതം നയിക്കുവാനോ അല്ല, മറിച്ച് കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ടാണ് അവർ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെല്ലാം തന്നെ. അതിന് യുക്തമായ മറുപടി പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് മറുകരയിലേക്ക് യാത്ര ചെയ്യുന്നത്. ആ സമയത്താണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, ശിഷ്യന്മാരെ, ഫരിസേയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന്. ശിഷ്യന്മാർ സത്യത്തിൽ തെറ്റിദ്ധരിക്കുകയാണ്. തങ്ങൾ അപ്പം എടുക്കാത്തതിനെ പറ്റിയാണ് കർത്താവ് സൂചിപ്പിച്ചത് എന്ന്, അതിൻ്റെ മുന്നറിയിപ്പാണ് നൽകിയതെന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കണം, രണ്ട് മനോഭാവങ്ങൾ. കർത്താവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, താൻ സംസാരിച്ചു വന്നതായ കാര്യം സദൂക്കാരുടെയും ഫരിസേയരുടെയും അടുത്തു നിന്നാണ് ഇങ്ങ് വരുന്നത്. അവരുടെ ഈ തെറ്റായ പ്രബോധനങ്ങൾ, പഠിപ്പിക്കലുകൾ തൻ്റെ ശിഷ്യന്മാരെയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും സ്വാധീനിക്കാനായിട്ട് ഇടയാകും എന്നുള്ള ആശങ്കയായിരുന്നു യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മനസ്സ് മുഴുവനും. എന്നാൽ ശിഷ്യന്മാർക്ക് ആ ഒരു ചിന്തയല്ല ഉണ്ടായിരുന്നത്. അവരുടെ ചിന്ത ലൗകികമായിരുന്നു. അപ്പമില്ലാത്തതിനെ പറ്റിയാണ്, അപ്പം എടുക്കാത്തതിനെ പറ്റിയാണ് അവരുടെ ചിന്ത മുഴുവനും പോയത്. അതുകൊണ്ടാണ് അവരുടെ ചിന്ത അപ്രകാരമായി തീർന്നത്. എന്നാൽ കർത്താവ് ഇവരെ നിശിതമായിട്ട് വിമർശിക്കുകയാണ്. അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിമർശിക്കുന്നത്, അവരെ ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ തൊട്ടു മുമ്പുള്ളതായ വാക്യങ്ങൾ വായിച്ചാൽ 15-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം 7 അപ്പം കൊണ്ട് 4000 പേരെ തൃപ്തിപ്പെടുത്തിയതായ സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ മുൻപായി നടന്ന സംഗതിയല്ല, തൊട്ടടുത്ത് നടന്നതായ ഒരു സംഗതി പോലും ഈ ശിഷ്യന്മാർ വിസ്മരിച്ചു പോവുകയാണ്. കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയത് നിങ്ങൾക്ക് അനുഭവമല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ അവിശ്വസിക്കുന്നത് എന്ന് ശിഷ്യന്മാരെ രൂക്ഷമായി വിമർശിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കാറില്ലേ? ദൈവികമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പകരം ലൗകികമായ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും എല്ലാം തന്നെ. നമ്മുടെ ചിന്തകൾ പലപ്പോഴും ലൗകികമാണ്. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ ജീവിതത്തിൽ തന്നതായ അനേകം അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നുപോകും. ജീവിതത്തിൽ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ദൈവം കഴിഞ്ഞ ദിവസങ്ങളിലല്ല കഴിഞ്ഞ കാലങ്ങളിൽ തൻ്റെ കുടുംബത്തിനും തൻ്റെ ജീവിതത്തിലും തന്ന നന്മകളെ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകും. ഇപ്പോൾ ഉള്ളതായ ഈ വേദനകളെ ഓർത്ത് ദൈവത്തെ പഴി പറയുകയും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായ സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറില്ലേ? ഇതല്ല ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. തൻ്റെ ദൗത്യത്തെപ്പറ്റി നന്നായിട്ട് ബോധ്യമുണ്ടാവുകയും ലൗകികമായ ചിന്തകൾക്കുപരിയായി ദൈവികമായ ആത്മീയമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്താൽ പല കാര്യങ്ങളും, ദൈവത്തിൻ്റെ പല പ്രബോധനങ്ങളും സഭയുടെ പല പ്രബോധനങ്ങളും ഉൾക്കൊള്ളാനായിട്ട് അനുസരിക്കാനായിട്ട് നമുക്ക് വലിയൊരു കൃപയുണ്ടാകും. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ സുവിശേഷം നാം ധ്യാനിക്കുമ്പോൾ തെറ്റായ പഠിപ്പിക്കലുകളെപ്പറ്റി നമുക്ക് ബോധവാന്മാരാകാം. ദൈവവചനത്തെപ്പറ്റി ആഴത്തിൽ പഠിക്കുന്നതിനും സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ പഠിപ്പിക്കലുകളിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ദൗത്യം, കർത്താവായ യേശു മിശിഹ നമ്മെ ഏൽപ്പിച്ചതായ സുവിശേഷ ദൗത്യം ലോകത്തിൽ തുടരാനായിട്ടും നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. വിശ്വാസത്തിനെതിരായി നിൽക്കുന്ന ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കാനുണ്ടാകുന്ന എല്ലാ തിന്മകളെയും തിരിച്ചറിയുകയും
അവയ്ക്കെതിരെ ആത്മീയമായ കരുത്ത് ആർജിക്കുകയും ചെയ്യാം. നമുക്ക് പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമുക്കും പാടാം. പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോൻ ധന്യൻ. ബാറഖുമോർ സ്തോമൻ ഗാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ ഇടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ശ്ലീബാമരത്തിന്മേലുള്ള ബലിയർപ്പണത്താൽ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുത്ഥാനത്താൽ ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണത്താൽ ഞങ്ങളെ സമുന്നതരാക്കുകയും ചെയ്ത സ്വീകാര്യ കുർബാനയുമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബാറഖുമോർ കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളുമായി ചുത്തവനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധി മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും ഓർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത സൗജന്യമായി ഞങ്ങൾക്ക് തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവമായ കർത്താവേ,
ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാന അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധ റൂഹായുടെ നൽവരം ഇവർക്ക് നീ അയച്ചു കൊടുക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും സ്വീകരിക്കുവാൻ യോഗ്യരാകുവാൻ തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. സ്നേഹവും ഐകമത്യവും ഇവരെ നീ അണിയിക്കണമേ. സമാധാനവും ശാന്തിയും ഇവരുടെ ഇടയിൽ വാഴുവാനിടയാക്കണമേ. ശിക്ഷകളിൽ നിന്നും ക്രോധത്തിൻ്റെ ദണ്ഡനങ്ങളിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ കുരിശാൽ ഇവരെ നീ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലത്തുഭാഗത്തുള്ള ഉത്കൃഷ്ടമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും യോഗ്യരാക്കണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. Menalohin Gabel Husoyo, the Haubesh Bukono Doge Batraihun, Ulmelo Lamulmin. Amen. Abdo Mahilo Hatoye Yene Bimar Kadish Abo Kadisho. Amen. Kadish Bro Kadisho. Amen. Kadish Ruho Hayo Kadisho Dam Kadish Lifirmed Hatoi Abde Kadhoyes Misraham Alla Vishoso Dabohain Dahan Badrabonan Badamalponan Badani Dan Badakulugunani Damahaimne Yeldadi Ito Kadiso Batraihun al Melo Lamulmi. Amen. ബാർഖ്മോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏക കർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിർവീയന്മാരും ശ്രീകന്മാരും
മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറുഹായിലും കാതോലികവും ശ്രൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയിതുതാ, ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം, ഉന്നതമാം പദവിയിലേറി ഇന്നിപ്പോളി ആചാര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. ബാറഖുമോർ സ്തൗമൻ കാലോസ് വലിയവനും അനാദ്യന്തനുമാവുന്ന ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നീ സമാധാനം നൽകുകയും ലോകത്തെ കരുണയോടെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ദിനാസേക് ലോകശപകോ ദൗദീസോ ലിഖിതോയോ ബ്രോക്മൽ റൂഹോ ദിലോ ഖാദീശോ ഹോശോ ബബുകുലു സുബാലുൽ മീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറഖുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാറഖുമോർ കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനുഗ്രഹ സമ്പൂർണമായി നിന്റെ വലതുകരം ആവസിപ്പിച്ച് തിരുമുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായി ഇവരെ ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും അപരാധങ്ങൾക്കും വേണ്ടി രക്തം ചിന്താതെയുള്ള ഈ ആത്മീക ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ നിയമലംഘനങ്ങൾ പരിപൂർണമായി പരിഹരിച്ച് ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറഖുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായി കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു.
ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഖമാരും പ്രധാന മാലാഖമാരും ക്രോബേന്മാരും ശ്രോപേന്മാരും ഔതുവേന്മാരും മൊറാബോസേന്മാരുമായ അദൃശ്യരും സംഖ്യാതീതരുമാവുന്ന സകല സ്വർഗീയ നിരകളും ഗണങ്ങളും സേനകളും അനിർവചനീയമായ വാക്കുകളാൽ ഇടവിടാതെ വിജയകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിക്കുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നിന്റെ ഏകപുത്രൻ സ്നേഹപൂർവം ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്യുകയും ഞങ്ങളെ രക്ഷിക്കുവാനായി സ്വയം പരിത്യജിച്ച് ശരീരത്തിൽ പീഡയേൽക്കുകയും ചെയ്തു. പീഡാനുഭവത്തിൻ്റെ ആ രാത്രിയിൽ അവൻ തൻ്റെ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ബാരക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവീൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുന്നു. അപ്രകാരം തന്നെ അവൻ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇത് എൻ്റെ രക്തമാകുന്നു. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഈ വിശുദ്ധ രഹസ്യത്തിൽ പങ്കുകൊള്ളുമ്പോഴൊക്കെയും
എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നവരെ നിങ്ങൾ അനുസ്മരിക്കുവേൻ എന്ന് നമ്മുടെ കർത്താവ് തൻ്റെ ശ്ലീഹന്മാരോട് കൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർപ്പിനെ ഏറ്റുപറയുന്നു, നിങ്ങളുടെ നാമത്തിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, പാപികളും കുറ്റക്കാരുമെങ്കിലും നിന്റെ ദാസരായ ഞങ്ങൾ രക്ഷാകരമായി നിന്റെ എല്ലാ ദൈവിക വ്യാപാരങ്ങളെയും ഭയങ്കരവും മഹനീയവുമായ രണ്ടാമത്തെ വരവിനെയും ഓർമ്മിക്കുന്നു. ഇതിനെക്കുറിച്ച് പരിഭ്രമിച്ച് നടുങ്ങിക്കൊണ്ട് ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായി നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാറക്കുമോരന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാക്കുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. പരിശുദ്ധ റൂഹ വസിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കട്ടെ. ആമേൻ. അവനീ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ആമേൻ. കർത്താവേ, ഈ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കാളികളാവുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളാകുവാനും പരിശുദ്ധന്മാരോടുകൂടി പുതിയ ജീവനിൽ ആനന്ദിക്കുവാനും ഇടയാകണമേ. ദിനാസേക് ലോക് ശുഭഗോ തൗദീസോ ലിഖിതോയ ബ്രോക്മൽ റുഹോ ദിലോ കാദീശോ ഹോശോ ബബുകുൽ സുബാൻ ലുൽമീൻ. ബാറക്കുമോർ 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേച്ചിരിക്കുന്ന എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രദേശമേ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബസേലിയോസ് ക്ലെമീസ് കാതോലിക്ക ബാബയ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും കശീശന്മാർ, ശമാശന്മാർ, ദേറാർക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനും വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദൈവിക പ്രബോധനങ്ങളുടെ ദീപ്തിയാൽ നിന്റെ സ്നേഹിതരെ പ്രശോഭിപ്പിക്കണമേ. നല്ല കാലങ്ങളും ആശ്വാസകരവും
സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്മോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ചിപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ദുഃഖിതരെയും രോഗികളെയും ദരിദ്രരെയും നിരാലംബരെയും ക്ലേശിതരെയും പരദേശികളെയും അഗതികളെയും ബന്ധനസ്ഥരെയും അനാഥരെയും വിധവകളെയും അടിമകളെയും നീ പോറ്റി പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, തിരുസന്നിധിയിൽ പ്രശാന്തവും സന്തുഷ്ടവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കൾ ദയവോടെ ഞങ്ങളോട് പെരുമാറുന്നതിന് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗകർ ഏവങ്കേലിസ്തന്മാർ സഹദേന്മാർ മൗദേനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പുണ്യപ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും ഓഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ സൂനകദോസുകളിൽ ഉറപ്പിക്കപ്പെട്ട സത്യവിശ്വാസമാവുന്ന പാറമേൽ കരുണാപൂർവം ഞങ്ങളെ എല്ലാവരെയും ഉറപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെ നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, ഞങ്ങളുടെ പരേതർ അന്ധകാര ശക്തികൾക്ക് വിധേയരാകുവാനിടയാകരുതേ.
ദുഷ്ടാരൂപികളുടെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ദണ്ഡനങ്ങളിൽ നിന്നും കഠിന വേദനകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതൻ്റെ തേജസ് ഞങ്ങളിലും അവരിലും ഉദിപ്പിക്കണമേ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുൻപിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ കൃപാതിരേകത്താൽ ഞങ്ങളുടെ അപേക്ഷ കേട്ട് വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായി കരുതിയിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും രക്ഷിക്കണമേ. സംപൂജ്യമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നാമത്തോടുകൂടെ സകലത്തിലെന്ന പ്രകാരം ഈ പരിശുദ്ധ കുർബാനയിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരിക്കുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോ നേ നിൻ വാതിൽ മുട്ടുന്നു ദാസർനാദം ബാരക്കുമോ കുരിയേലായിസോ അവശ്യ താല്യാചിക്കും അടിയാരേ തള്ളിടല്ലേ ബാരക്കുമോ കുരിയേലായിസോ അലിവോടു ക്ഷീച്ചടിയാരേ ഹരിഷം നീ കാക്കണമേ ബാരക്കുമോ കുരിയേലായിസോ. ബാറക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുരിയേലായിസോ. വലിയവനും സർവശക്തനുമാവുന്ന ദൈവമേ, മനുഷ്യരോടുള്ള നിന്റെ സ്നേഹം മൂലം ഈ ദൈവീക ദാനത്തിന് ഞങ്ങളെ നീ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇത് നിമിത്തം പിതാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധ റൂഹായെ ഞങ്ങൾ വന്ദിക്കുന്നു. നിർമ്മല മനസാക്ഷിയോടും വികാരശുദ്ധിയോടും
പരമാർത്ഥതയുള്ള നാവോടും വെടിപ്പുള്ള ശരീരത്തോടും കൂടി സ്വർഗസ്ഥനും സർവാധിപതിയും പരിശുദ്ധനുമാവുന്ന നിന്നെ ഏകസ്വരത്തിൽ ആത്മധൈര്യത്തോടെ വിളിച്ച് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കിയ ദയാലുവായ പിതാവേ, കഠിന പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവൻ്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദ്രോഹങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറഖ്മോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മഹോന്നതനും സർവാധിപതിയുമാവുന്ന രാജാവേ, സർവസൃഷ്ടികളും നിന്റെ മേൽക്കോയ്മയുടെ ചെങ്കോലിൻ കീഴിൽ വണങ്ങുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലവണങ്ങി നിൽക്കുന്ന നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു തരണമേ. ദിനാസേക്കിലോ ശുഭഗോതൗദീസോ ലിഖിതോയോ ബ്രോഗ്മൽ റുഹോദീലോ കാദീശോ ഹോശോ ബബുകുലു സുബാൻ ലവൽ മീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറഖ്മോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തൻ്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ
സകലതും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാൻമാർ പുണ്യപ്പെട്ടു ഒന്നേച്ചേകുമവർ കാശ്വാസം പുത്രൻ ദൈവം മോറിയോരാഹി മലൈനുവാദാരേ മിശിഹാരാജോത്ഥാനത്താൽ നേടിയിടേണം പുണ്യം നാം ശ്രീബായാൽ രക്ഷിച്ചോനാം ദൈവസുതാനീ പരിശുദ്ധൻ എന്നേവം വിശ്വാസത്തോ ഓതിടാം ഹല്ലേലൂയ. മാതാകാദീശന്മാരും വിശ്വാസം പാലിച്ചോരാ ഭൂവാസം കൈവിട്ടോർക്കും ഓർമ്മയ്ക്കൗന്നത്യം ചേർത്തോ പരിശുദ്ധൻ നീ പരിശുദ്ധൻ പരിശുദ്ധൻ ഹല്ലേലൂയ. നമ്മോടൊപ്പം ബസ്കുദിശിൽ നിൽക്കും സ്വർഗീയം സൈന്യം ദേവേശൻ തൻ തനയന്റെ ഗാത്രത്തെ ആഘോഷിപ്പോ വരുവിൻ പുണ്യം പ്രാപിപ്പിൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരുമാകുന്നു. ആദ്യം മുതൽ തലമുറവരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായി നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അദൃശ്യമായി നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ സംഘത്തെ നീ ആശീർവദിക്കണമേ. മഹോന്നതനായ
നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാഥാ കൃപ ചെയ്യണമലിവാൻ, കൃപ ചെയ്യണമോ തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി, കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി വെടിപ്പുള്ള ആശുമാശന നൽകപ്പെടുന്നു. അഗ്നിമയന്മാരാരെ നോക്കിൽ വിറച്ചിടുന്നു, അവനെ മേശയിലപ്പം വീഞ്ഞാൻ നീ കാണുന്നു. ആരേ മിന്നലോടുത്തവർ നോക്കുകി എരിയുന്നോടനെ, അവനെ മന്മയർ ഭക്ഷിച്ചു മുഖം തെളിയും നേറ്റം. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ, തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും പാനം ചെയ്ത പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർ നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. നിന്റെ ഏകജാതന്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന ഈ ദിവ്യദാനത്തിന് യോഗ്യരാക്കിയതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറഖുമോർ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്റെയും നിന്റെ പിതാവിൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടത്താൽ നീ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ പാപപരിഹാരപ്രദമായ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ നീ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ ഉറപ്പിക്കുകയും സുഹൃത വ്യാപാരങ്ങളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരേക്കുമോ. കരളലിവേറിയിടും താതാ, നിരുപമ കരുണ സാഗരമേ, ഈ ദിവസം ഞങ്ങളണച്ച തിരുബലിയെ കൈ കൊള്ളണമേ. അഗതികൾ ഞങ്ങൾ യാചിപ്പൂ, ശരണം പ്രാപിക്കുന്നങ്ങിൽ ജീവദമാം നിൻ സ്ലീബായാൽ ഞങ്ങൾക്കഭയം നൽകണമേ. ആകാശേ കുസ്തന്തീനോസ് ശ്ലീബാ കണ്ടു, വന്നിച്ചുടനെ തല താഴ്ത്തി സാഷ്ടാംഗം വീണു. പ്രാർത്ഥിച്ചു ചൊല്ലിയവൻ ആദരപൂർവം, ശ്ലീബാ തന്നോൻ കർത്താവേ എന്നേക്കും സ്തോത്രം. വെല്ലും ഞാൻ ദുഷ്ടരെ ശ്ലീബായാൽ, സഭ നേടി ശ്ലീബായാൽ മുക്തി. ശ്ലീബാരാപകലടിയാരെ കാവൽ ചെയ്യട്ടെ. സഹോദരങ്ങളും വാത്സല്യഭാചനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും നമ്മുടെ കർത്താവിൻ്റെ വിജയമുള്ള ശ്രീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസ റൂസ്മായാൽ മുദ്രിതരുമേ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ മരിച്ചുപോരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായം പ്രാപിക്കട്ടെ. സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവിൻ. എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ആമേൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിന്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി മാറിവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യദാതന്റെ വിശുദ്ധിയുടെ പരിമളവും
സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി അങ്ങേ ദാസന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ കടങ്ങളശേഷം നിൻ കൃപയാൽ മായിച്ചിടണമേ. എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്കേകിടണമേ. രക്ഷകമിശിഹാ രാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാ നിൻ പ്രിയ സിദ്ധന്മാരൊപ്പം നിൻ സ്നേഹിതനാക്കണമെന്നെ. കർത്താവേ, നിന്നുടെ നിത്യ രാജ്യമതാകും സ്വർഗത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാർദ്രതയി പാതകനിലുമുണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ, കൃപയന്മേലുണ്ടാകണമേ. കൃപയുണ്ടാവുക മടിയനതാ എന്മേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയണച്ചുള്ളോർ ഈ പട്ടക്കാരന്മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോൽ കൃപയുണ്ടാകണമേ.